Hello students, some basic concept of chemistry എന്ന ചാപ്റ്ററിലെ ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി, ആറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസസ്, ആറ്റോമിക് മാസ്, മോൾ കൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ് ഈ ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു ഗ്രീക്ക് ഫിലോസഫറിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി പഠിക്കുന്നതിന് മുൻപ് മാറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് അറിയേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു കോമ്പൗണ്ട്, മിക്സേഴ്സ്, എലമെൻറ്റ്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എലമെൻറ്റ് മറ്റൊരു കോമ്പൗണ്ടിൽ നിന്ന്, ഒരു കോമ്പൗണ്ട് ഒരു മിക്സറിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്താൽ നമുക്ക് ആ മാറ്ററിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു മാറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി ധാരാളം സ്റ്റഡീസും അതുപോലെ ധാരാളം ചിന്തകളും ഉണ്ടായിരുന്നു. അതിലൊരു കൂട്ടം ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെ ഇടയിൽ ഇത് ചർച്ചാ വിഷയമായി. അതിൽ മെയിനായിട്ട് എടുത്ത് പറയുന്ന ഒരു ഫിലോസഫറായിരുന്നു ഡെമോക്രീഷ്യസ്, എ ഗ്രീക്ക് ഫിലോസഫർ. അദ്ദേഹം മാറ്ററിൻ്റെ പറ്റിയിട്ടുള്ള ഐഡിയയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഒറിജിൻ ഓഫ് ദ ഐഡിയ ദാറ്റ് മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റോമിയോ. മീനിങ് ഇൻഡിവിസിബിൾ തന്നെ. അപ്പം ഇൻഡിവിസിബിൾ എന്നുള്ള മീനിങ്ങോട് കൂടി അതേ സ്വഭാവമുള്ള സ്മോൾ പാർട്ടിക്കിൾസ് ആണ് മാറ്ററിൽ ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ വെച്ച് പിന്നീട് പല ലോസുകളും, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള എക്സ്പ്ലനേഷനൊക്കെ കൂടുതൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പിന്നീട് ഈ ആറ്റോമിക് തിയറി എന്ന് പറയുന്നൊരു തിയറി കൊണ്ടുവന്നു. അത് മെയിനായിട്ട് വന്നത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇൻ 1808 ജോൺ ഡാൾട്ടൺ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു വർക്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ, എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. അതിലാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ്, ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള പോയിന്റ്സ് ഒക്കെ വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ തിയറിയിലുള്ള മെയിൻ പോയിന്റ്സ്, അദ്ദേഹത്തിൻ്റെ തിയറിയെ ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഡാൾട്ടൺസ് ആറ്റോമിക് തിയറിയിലെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. അപ്പം മാറ്ററിനെ പറ്റിയിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് പിന്നെ എലമെന്റ്സിലേക്ക് കടക്കുന്നു, കോമ്പൗണ്ടിലേക്ക് കടക്കുന്നു, കെമിക്കൽ റിയാക്ഷൻസിലേക്ക് വരുന്നു. അപ്പം മാറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിസിബിൾ ആറ്റംസ് ആണെന്ന് പറഞ്ഞു. ഇനി ഓൾ ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ് ഐഡന്റിക്കൽ മാസ്. ഒരു എലമെന്റിന്റെ എല്ലാ ആറ്റംസ് എടുത്താൽ ആ ആറ്റംസ് ഒക്കെ ഐഡന്റിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും, അവയുടെ മാസും ഐഡന്റിക്കൽ ആയിരിക്കും. ഇനി ഡിഫറെന്റ് എലമെന്റ്സ് എടുക്കുക, ആറ്റം ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ്, അവ മാസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി അടുത്ത് പറയുന്നത് കോമ്പൗണ്ട് ആർ ഫോം വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. നമുക്കറിയാം ഡിഫറെൻറ്റ് എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ഫോം ചെയ്തത്. ആ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും? ഇൻ എ ഫിക്സഡ് റേഷ്യോയിലാണ്. ഇത് തന്നെയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ പഠിച്ചത്. ഫോർത്ത് പോയിന്റ് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. അപ്പം മാറ്റർ എന്ന് പറയുന്നതിൽ ആറ്റംസ് ഉണ്ട്, ഈ ആറ്റത്തിൻ്റെ റീഓർഗനൈസേഷൻ ആണ് കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്നത്. ദീസ് ആർ നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഈ പറയുന്ന ആറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, എന്നാൽ ഒപ്പം നശിച്ചു പോകുന്നു ചെയ്യുന്നില്ല. മനസ്സിലായി? അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ള ലോയും കൂടെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹം മാറ്ററിനെ പറ്റിയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിയറിക്ക് could explain the laws of chemical combination പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ബട്ട് could not explain the laws of gaseous volume. ഗേഷ്യസ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ കേസ് അല്ലെങ്കിൽ ഗേഷ്യസ് വോളിയത്തിലുള്ള കണക്ട് ചെയ്യുന്ന, റിലേറ്റ് ചെയ്യുന്ന ലോസ് ഒന്നും ഡാൾട്ടൺ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി ഈ പോയിന്റ്സിൽ കൂടെ, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്, നമുക്ക് ചോദിക്കും പരീക്ഷയ്ക്ക്. ഈ പോയിന്റിൽ കൂടെ അദ്ദേഹം കുറച്ചും കൂടെ അനാലിസിസ് ഒക്കെ നടത്തി അദ്ദേഹം തന്നെ ഉപയോഗിച്ചതാണ് ആറ്റം എന്നുള്ള ടേം.
ഇൻ 1804 ആറ്റം എന്നുള്ള ടേം ജോൺ ഡാൾട്ടൺ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞു ആറ്റം നോ ലോങ്ങർ ഇൻഡിവിസിബിൾ, ദേ സബ് ഡിവൈഡഡ് ഇൻ ടു പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. മനസ്സിലായി? നമുക്ക് ആറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൽ സബ് ആറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ ഇൻഡിവിസിബിൾ ആറ്റംസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ പുതിയ ടെക്നിക്സിൽ നമ്മൾ ആറ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്ത് അതിനെ മറ്റൊരു എനർജി ഫോമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യും, അല്ലേ? അപ്പം അതുകൊണ്ട് ആ ഒരു പോയിന്റിൽ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇനി സെക്കൻഡ് പോയിന്റ് പറഞ്ഞു, ഓൾ ആറ്റംസ് ഓഫ് ഗിവൺ എലമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് ഐഡന്റിക്കൽ മാസ് എന്നാണ് പറഞ്ഞത്, അല്ലേ? ഒരു എലമെന്റിന്റെ പല ആറ്റംസ് എടുത്തു. ഈ ഒരു പോയിന്റ് നമ്മൾ എവിടെ കണ്ടിട്ടുള്ളത്? ഐസോടോപ്സ് കണ്ടിട്ടുണ്ട്, അല്ലേ? ഹൈഡ്രജൻ എക്സാമ്പിൾ എടുക്കാം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. 1, 2, 3 നോക്കൂ, മാസ് നമ്പർ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഇവിടെ പറഞ്ഞ എന്താ? ഐഡന്റിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും, ഇൻക്ലൂഡിങ് ഐഡന്റിക്കൽ മാസ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇവിടെ മാസ് നമ്പർ പ്രോട്ടിയത്തിന് 1 ആണ്, ഡ്യൂട്ടീരിയം വരുമ്പോൾ 2 ആകുന്നു, ട്രീഷ്യം വരുമ്പോൾ 3 ആകുന്നു. ഇവിടെ പ്രോപ്പർട്ടിയും വ്യത്യാസമുണ്ട്. പ്രോട്ടിയം നമ്മൾ ഓർഡിനറി ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞാൽ ഹെവി ഹൈഡ്രജൻ, റേഡിയോ ആക്റ്റീവ് ഹൈഡ്രജൻ ആണ് ട്രീഷ്യം. അവയുടെ പ്രോപ്പർട്ടീസിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോയിന്റും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലേ? ഇനി അടുത്ത പറഞ്ഞ എന്താ? ആറ്റം ഓഫ് ഡിഫറെന്റ് എലിമെന്റ് ഡിഫറെന്റ് മാസ്. ഡിഫറെന്റ് എലിമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവയുടെ മാസിലും വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്കൊന്ന് നോക്കാം. നിയോൺ, സോഡിയം, ആർഗൺ, പൊട്ടാസ്യം. നിയോണിന്റെയും സോഡിയത്തിന്റെയും മാസ് നമ്പർ നോക്കൂ, 22, ഇത് 22 ആണ്. ആർഗണ്ട് 40. അപ്പൊ നോക്കൂ, ആറ്റം ഓഫ് ഡിഫറെന്റ് എലമെന്റ് ആണ്, പക്ഷേ അവയ്ക്ക് സെയിം മാസ് വരുന്നു, മാസ് നമ്പർ വരുന്നു. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്കിവിടെ എഗെയിൻസ്റ്റ് ആണ് നമുക്ക് പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്? കോമ്പൗണ്ട് ഓഫ് ഫോം വെൻ ആറ്റം ഓഫ് ഡിഫറെന്റ് എലമെന്റ് ഫിക്സഡ് റേഷ്യോയിലാണ്. അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ പറഞ്ഞ പോലെ തന്നെ. അടുത്ത് പറഞ്ഞ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. അതായത് 2H2 + O2 give 2H2O. ഹൈഡ്രജനും ഓക്സിജനും ഒന്ന് റീഓർഗനൈസ് ചെയ്യുന്നു റിയാക്ഷനിൽ തന്നെ. എന്നിട്ടാണ് നമുക്ക് H2O എന്ന് പറയുന്ന വാട്ടർ ഫോം ചെയ്യുന്നത്. ഇവിടെ ഹൈഡ്രജനോ ഓക്സിജനോ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പുതിയതുണ്ടാകുന്നില്ല, ഉള്ളതിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, കൺസർവ് ചെയ്തു പോകുന്നു, അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ ഡാൾട്ടൺസ് ആറ്റോമിക് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ട് ചില കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാൻ സാധിച്ചില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നു. ഇനി അടുത്ത നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റോമിക് ഓർ ആൻഡ് മോളിക്കുലാർ മാസ് എന്നുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ മാസ്സാണ്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ആറ്റം കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് മോളിക്യൂൾ. മോളിക്യൂളിൻ്റെ മാസിനെയാണ് മോളിക്കുലാർ മാസ്. ആറ്റം എന്നുള്ള ടേം പറഞ്ഞു ജോൺ ഡാൾട്ടൺ ആണ്. മോളിക്യൂൾ എന്നുള്ള ടേം ആദ്യം യൂസ് ചെയ്തത് അവോഗാഡ്രോ ആണ്. അദ്ദേഹം പറയുന്നത് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ളതാണ് മോളിക്യൂൾസ്. ആറ്റംസ് എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. H2O2 എന്നൊക്കെ പറയുമ്പോൾ ഡയാറ്റോമിക് ആണ്. ഹീലിയം, നിയോൺ തുടങ്ങിയവ സിംഗിൾ ആറ്റം ആയിട്ട് നിൽക്കുന്നു. അപ്പം മേ ഓർ മേ നോട്ട് ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ആറ്റംസ് എന്ന് പറഞ്ഞു. അപ്പം ആദ്യം മാറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് ആറ്റം എന്നുള്ളതിലേക്ക് എത്തി നമ്മൾ. ഇനി അടുത്ത അറ്റംപ്റ്റ് എന്തായിരുന്നു സയൻറ്റിസ്റ്റുകളുടെ? ഇവിടെ ആറ്റോമിക് മാസ് കണ്ടുപിടിക്കാം, ടു ഡിറ്റർമിൻ ദി മാസസ് ഓഫ് ദി ആറ്റംസ്. നമുക്കറിയാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് ഓഫ് എൻ ആറ്റം കണ്ടുപിടിക്കാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? എന്തുകൊണ്ടാണ്? ദ ആറ്റോമിക് മാസ് ഓർ മാസ് ഓഫ് എൻ ആറ്റം ഈസ് ആക്ച്വലി വെരി വെരി സ്മോൾ ബിക്കോസ് ആറ്റംസ് ആർ എക്സ്ട്രീംലി സ്മോൾ. ആറ്റം എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. കനോട്ട് സീ, ഐസൊലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നോട്ട് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദി ആക്ച്വൽ മാസ്. ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാസ് ഓഫ് എൻ ആറ്റം കണ്ടുപിടിക്കുന്ന കേസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവോഗാഡ്രോ ലോ കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ അറ്റ് സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അങ്ങനെയുള്ള ഈക്വൽ വോളിയത്തിലുള്ള രണ്ട് ഗ്യാസ്, ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും എടുത്തു, അവയുടെ സിംഗിൾ ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ നോക്കി 1:16. അവയുടെ മാസ് നമ്മൾ നോക്കി, ഇത്ര വോളിയത്തിൽ കറക്റ്റ് ഈക്വൽ വോളിയത്തിലെടുത്തുള്ള മാസ് നോക്കി, അവ രണ്ടും സിമ്പിൾ റേഷ്യോട് കൂടി ഈക്വൽ ആവുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ 1:6 എന്ന് പറയുന്ന ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെ റേഷ്യോ നോക്കിയാൽ ഹൈഡ്രജൻ 1 ആണ്, ഓക്സിജൻ 16 ആണ്. അപ്പോൾ നമുക്ക് പറയാം 16ൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്
16 times heavier than hydrogen atom അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വൽ മാസ് നമുക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് അവയെ റിലേറ്റീവ് മാസ് കുഡ് ബി ഡിറ്റർമിൻ. നമുക്ക് ഈ റിലേറ്റീവ് മാസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പുതിയ മാസ് സ്പെക്ട്രോമീറ്റർ ഒക്കെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ആറ്റോമിക് മാസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ കാലത്ത് അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ് we calculate the atomic mass of all element obtained by comparing it with the mass of hydrogen atom. Mass of hydrogen atom എടുക്കാൻ കാരണം അത് വളരെ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഇനി ഈ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം യൂസ് ചെയ്ത് ധാരാളം മാസുകൾ നമ്മൾ എലമെന്റ്സിന്റെ ആറ്റോമിക് മാസുകളൊക്കെ കണ്ടുപിടിച്ചു. അവിടെ ഫ്രാക്ഷണൽ ആയിട്ടുള്ള പല വാല്യൂസും വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഓക്സിജൻ ആണ് പിന്നീട് യൂസ് ചെയ്തത്. അതും സക്സസ് ആയിരുന്നില്ല. പിന്നീട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് 19th സെഞ്ചുറി 1961 ന്യൂ മെത്തേഡ് അല്ലെങ്കിൽ ന്യൂ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് വന്നു, അഡോപ്റ്റഡ് ബൈ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കെമിസ്റ്റ്. അത് ഏതായിരുന്നു? കാർബൺ 12 എന്ന് പറയുന്ന വളരെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബണിന്റെ ഒരു ഐസോട്ടോപ്പാണ്. കാർബൺ 12 ഉപയോഗിച്ചുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നോക്കിയപ്പോൾ ഹോൾ നമ്പർ വാല്യൂസ് ആയിട്ട് നമുക്ക് മറ്റുള്ള ആറ്റങ്ങളുടെ മാസമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. കാർബൺ 12നെയാണ് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ള എലമെന്റ്സിന്റെ മാസ് കണ്ടുപിടിച്ചു. അപ്പോൾ കാർബൺ 12 ഉണ്ട്, അതിനോട് ഈക്വൽ ആകുന്നത് എത്രത്തോളം ആണോ അത്രയും നമ്പർ ആയിരിക്കും അതിന്റെ കറക്റ്റ് വെയിറ്റ് വരുന്നത് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മീനിങ് കൊടുക്കാം. ദ ആറ്റോമിക് മാസ് ഓഫ് എൻ എലമെന്റ് ഈസ് ദ നമ്പർ ഓഫ് ടൈംസ് എൻ ആറ്റം ഓഫ് ദാറ്റ് എലമെന്റ് ഈസ് ഹെവിയർ ദാൻ എൻ ആറ്റം ഓഫ് കാർബൺ ടേക്കൺ ആസ് 12. മനസ്സിലായി? ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്ര ഹെവിയർ ആണ്, എത്ര ടൈംസ് കൂടുതലാണ് കാർബൺ 12നേക്കാളും എന്നുള്ള ഒരു റിലേഷനിലേക്ക് രണ്ടും ഈക്വൽ ആകാൻ എത്രത്തോളം വേണം എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് കണക്കാക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ആക്ച്വൽ മാസ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, പക്ഷെ നമുക്ക് റിലേറ്റീവ് ആയിട്ടുള്ള മാസ് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ആറ്റോമിക് മാസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്താണ് ആറ്റോമിക് മാസ് യൂണിറ്റ്? എന്താണ് ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ആറ്റോമിക് മാസ് നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത്. ആറ്റോമിക് മാസ് ഈ ഒരു സ്കെയിൽ കാർബൺ 12 എടുത്തിട്ടുള്ള സ്കെയിലിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ആറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU ആയിട്ടാണ്. എന്താണ് 1 AMU എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 1/12 ഓഫ് ദി മാസ് ഓഫ് എൻ ആറ്റം ഓഫ് കാർബൺ 12 അല്ലെങ്കിൽ മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. അപ്പോൾ 1 AMU എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, നമുക്ക് പല സ്ഥലങ്ങളിൽ ഇത് ആവശ്യമുള്ളതാണ്. സോ മാസ് എക്സാക്ട്ലി ഈക്വൽ ടു 1/12 ഓഫ് ദി മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് 1 AMU എങ്ങനെ വാല്യൂ ആയിട്ട്, നമുക്ക് വാല്യൂ ആണ് ആവശ്യം അല്ലേ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനും നമുക്ക് കണ്ടുപിടിക്കാനും വാല്യൂസ് മറ്റുള്ള എലമെൻസിൻ്റെ മാസൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് വാല്യൂ വേണം അല്ലേ, നമ്പർ വേണം. നമുക്ക് എങ്ങനെയാണ് അതിലേക്ക് എത്താമെന്ന് നോക്കാം. മാസ് ഓഫ് കാർബൺ 12 ആറ്റം മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരു കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് 1.992 × 10⁻⁻23 ഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്മൾ എടുക്കുന്നത് ആരെയാണ്? കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തെയാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഈ കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ മാസ് നമുക്ക് എങ്ങനെ AMUയിൽ പറയാം? 12 AMU അല്ലേ, അങ്ങനെയല്ലേ വരിക? അതായത് 12 AMU ഈക്വൽ ടു മാസ് ഓഫ് 1 കാർബൺ ആറ്റം. അപ്പം ഏത് കാർബൺ ആറ്റമാണ് നമ്മൾ എടുക്കുന്നത്? കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിൻ്റെ മാസ് നമുക്ക് AMUയിൽ എക്സ്പ്രസ് ചെയ്യണത് എങ്ങനെയാണ്? 12 AMU ആയിരിക്കും അല്ലേ. 12 AMU ഈക്വൽ ടു അപ്പോൾ മാസ് ഓഫ് 1 കാർബൺ ആറ്റം. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയാണെങ്കിൽ 1 AMU എന്തായിരിക്കും? 1 AMU ഈക്വൽ ടു മാസ് ഓഫ് 1 കാർബൺ ആറ്റം ഡിവൈഡ് ബൈ 12. നമുക്ക് ആ ഡെഫിനിഷൻ്റെ മീനിങ്ങിൽ എഴുതാം 1/12 ഓഫ് മാസ് ഓഫ് 1 കാർബൺ ആറ്റം. നമ്മളിങ്ങനെ എഴുതി അല്ലേ. ഇപ്പം നമുക്ക് മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം നമ്മളിവിടെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു വാല്യൂ എങ്ങനെയാണ് അവോഗാഡ്രോ നമ്പർ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ബൈ 12 ആണ് നമ്മുടെ 1 AMU എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂ ഒന്ന് കൊടുത്തു നോക്കാം അല്ലേ. ഈക്വൽ ടു നമ്മൾ മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്.
ഡിവൈഡഡ് ബൈ 12. അപ്പം നമ്മൾ കാർബൺ 12നെ നമ്മൾ 12 യൂണിറ്റുകളാക്കി. അതിൽ ഒരു യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റുകളാണ് അല്ലേ. അപ്പം 12 യൂണിറ്റുകളാക്കി 12ൽ 1, 12ൽ ഒരെണ്ണത്തിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മാസ് ഓഫ് 1 കാർബൺ ആറ്റം ഡിവൈഡഡ് ബൈ 12. 12ൽ എത്ര ഉണ്ട് എന്നുള്ളത് മാസ് നമുക്കറിയാം, അതിൽ എത്ര AMU ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 1.66 × 10⁻⁻24 ഗ്രാം. ഇതാണ് 1 AMU. അപ്പോൾ 1 AMU എന്ന് പറയുന്നത് 1.66 × 10⁻⁻24 ഗ്രാം ആണ്. കിട്ടിയല്ലോ. ഇനി നമ്മൾക്ക് ഈ 1 AMU എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം. AMU ഈക്വൽ ടു AMU ഏതൊരു എലമെൻറ്റിൻ്റെ ആയാലും മാസ് AMUയിൽ കണ്ടുപിടിക്കാൻ എക്സ്പെരിമെൻ്റൽ മാസ് ഓഫ് ദാറ്റ് ആറ്റം ഡിവൈഡഡ് ബൈ 1 AMUയിലുള്ള വാല്യൂ. നമ്മളിവിടെ ചെയ്ത പോലെ ഇവിടെ എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻ ചെയ്തതാണ് കാർബണിന്റെ 12ന്റെ മാസാണ് നമ്മളിവിടെ കൊടുത്തത്. ബൈ എന്തെഴുതണം? നമുക്ക് AMU യൂണിറ്റിൽ. ബൈ ഇവിടെ നമ്മൾ 12ലാണ് കണ്ടുപിടിച്ചത്, അതായത് 1 AMUവിന്റെ വാല്യൂ നമുക്ക് കറക്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഏതൊരു ആറ്റത്തിനെയും നമുക്ക് ഇങ്ങനെ 1 AMUയിലേക്ക് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് എൻ ആറ്റം ഓഫ് ഹൈഡ്രജൻ ആറ്റം എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് 1.6736 × 10⁻⁻24 ഗ്രാം. ഇനി ഇതെങ്ങനെ നമുക്ക് AMUയിൽ പറയാം? മാസ് ഓഫ് എൻ ആറ്റം ഓഫ് ഹൈഡ്രജൻ ഇൻ AMU എങ്ങനെ പറയാം? 1.6736 × 10⁻⁻24 ഗ്രാം ഡിവൈഡഡ് ബൈ 1.66056 × 10⁻⁻24 ഗ്രാം. അതാണ് ഈ 1 AMU എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.0078 അതിനൊന്ന് റൗണ്ട് ചെയ്തു 1.008 AMU എന്ന് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ AMUവിന് പകരം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? U എന്നുള്ള യൂണിഫൈഡ് മാസ് എന്നുള്ള ടേമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1.008 U എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് AMUവിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഹൈഡ്രജൻ ആറ്റം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, ഇതുപോലെ നമുക്ക് മറ്റുള്ള ആറ്റത്തിൻ്റെയും കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അറ്റോമിക് മാസ് യൂണിറ്റ് 1 AMU ഈക്വൽ ടു 1.66056 × 10⁻⁻27 കിലോഗ്രാം. ഇനി -27 ആണ് കേട്ടോ, കിലോഗ്രാമിൽ ഇട്ടത് കൊണ്ടാണ് നമ്മളിവിടെ എഴുതിയത് ഗ്രാമിലാണ്, പ്രശ്നമില്ല. ഹൈഡ്രജൻ നമ്മൾ കണ്ടുപിടിച്ചു. കാർബൺ 12 എന്ന് പറഞ്ഞാൽ 12 AMU, അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. ഓക്സിജൻ 16 എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾക്ക് എക്സ്പെരിമെൻ്റൽ വാല്യൂ നമുക്കറിയാം, ബൈ AMUയിലുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് 15.99 AMU, 16 റൗണ്ട് ചെയ്ത് നമുക്ക് 16 എന്ന് പറയാം. അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ആറ്റോമിക് മാസ് എന്താണെന്ന് പറഞ്ഞു, മാസ് ഓഫ് എൻ ആറ്റം എന്ന് നമുക്ക് ചുരുക്കി പറയാം. ആ മാസ് ഓഫ് എൻ ആറ്റം നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആക്ച്വൽ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, വേറൊരു ആറ്റത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ് കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പാണ്. കാർബൺ 12ന്റെ വാല്യൂ ഇട്ട് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹോൾ നമ്പർ വാല്യൂസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് കാർബൺ 12നെ നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നീട് നമ്മൾ AMU എന്ന് പറയുന്ന യൂണിറ്റിൽ കൂടിയാണ് ആറ്റോമിക് മാസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. 1 AMU എന്താണെന്ന് നമ്മൾ കാർബൺ 12നെ സ്റ്റാൻഡേർഡ് ആക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. അതിൽ നിന്ന് നമ്മൾ മറ്റുള്ള ആറ്റത്തിൻ്റെ മാസുകൾ, മറ്റുള്ള എലമെൻസിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഗ്രാം ആറ്റോമിക് മാസ്. ഈ മാസിന് അറ്റോമിക് മാസ് ഓഫ് എൻ എലമെന്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ നമ്മൾ അതിനെ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയും. അതായത് ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16 AMU നമ്മളിപ്പോൾ നേരത്തെ കണ്ടു അല്ലേ. ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? 16 ഗ്രാം. ഒരു വ്യത്യാസമില്ല, AMUവിന് പകരം ഗ്രാം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ആവറേജ് ആറ്റോമിക് മാസ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പോയിന്റ് ആണ് ആവറേജ് ആറ്റോമിക് മാസ്. എന്താണ് ആവറേജ് കണക്ക് അല്ലേ അറ്റോമിക് മാസിൻ്റെ? നമ്മൾ ഒരു ഡാറ്റ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാണ്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്ന് പറയുന്ന കാർബണിൻ്റെ 3 ഐസോട്ടോപ്പ്. അവയുടെ റിലേറ്റീവ് അബണ്ടൻസ്, അതായത് റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എൻ ഓർഗാനിസം
റിലേറ്റഡ് ടു ടോട്ടൽ നമ്പർ, അതായത് നമ്മുടെ സർഫസിൽ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ട്, അതാണ് റിലേറ്റീവ് അബൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 98.892 ഉണ്ട്. ഇപ്പോൾ 100ൽ 98.892% കാർബൺ 12, 100ൽ 1.108, അതാണ് നമ്മുടെ റിലേറ്റീവ് അബൻഡൻസ്. ആറ്റോമിക് മാസുകൾ നമ്മളിവിടെ എടുത്തെഴുതി. ഇനി എങ്ങനെ നമുക്ക് ആവറേജ് ആറ്റോമിക് മാസ് കണ്ടുപിടിക്കാം നോക്കാം. അപ്പോൾ റിലേറ്റീവ് അബൻഡൻസ് എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ ബൈ 100 വെച്ച് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് എത്രയാണ് നമ്മുടെ ഇതിലുള്ളത്, 100ൽ എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആവറേജ് ആറ്റോമിക് മാസ് ഈക്വൽ ടു 0.98898892, അതായത് ഇതിനെ നമ്മൾ ബൈ 100 ചെയ്തിട്ട് കിട്ടിയ വാല്യൂ ആണ്. എത്രയുണ്ട്? 12 അല്ലേ. പ്ലസ് ഇവിടെ നമുക്ക് എന്ത് വരും? 0.01108, എത്രയാണ് മാസ്? 13 പോയിന്റ്. അപ്പോൾ എത്ര ടൈം ഉണ്ട് എന്നുള്ളത് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 2 × 10⁻⁻10 ആണ്, നമ്മളത് ബൈ 100 ചെയ്ത് 10⁻⁻12, എത്രയുണ്ട് മാസ്? 14 പോയിന്റ്. നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 12.011 എന്നുള്ളതാണ് ആവറേജ് ആറ്റോമിക് മാസ് ഓഫ് കാർബൺ ഐസോട്ടോപ്പ് അല്ലെങ്കിൽ കാർബൺ ആറ്റം എന്ന് നമുക്ക് പറയാം. അതുപോലെ ഈ ആവറേജ് ആറ്റോമിക് മാസ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. അതായത് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ് ദ ആറ്റോമിക് മാസ് ഇസ് മെൻഷൻ ഫോർ ഡിഫറെന്റ് എലമെന്റ് ആക്ച്വലി റെപ്രസെന്റ് ദെയർ ആവറേജ് ആറ്റോമിക് മാസ്. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക് മാസ് എഴുതിയിട്ടുണ്ടായിരിക്കും എലമെന്റ്സിന്റെ. ഈ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതുപോലെ നമ്മുടെ എർത്തിലുള്ള ആ പെർസെൻറ്റേജ് റിലേറ്റീവ് അബൻഡൻസ് നോക്കി അതിൽ നിന്ന് ആവറേജ് ആറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ആവറേജ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മോളിക്കുലാർ മാസ്. അപ്പോൾ നമ്മൾ ആറ്റോമിക് മാസ് കണ്ടു, ആവറേജ് ആറ്റോമിക് മാസ് എന്താണെന്ന് കണ്ടു. അടുത്ത് നമ്മൾ പറയുന്നതാണ് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്യൂളിന്റെ മാസ് അല്ലേ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. മോളിക്കുലാർ മാസ് ഈസ് ദ സം ഓഫ് ആറ്റോമിക് മാസസ് ഓഫ് ദി എലമെന്റ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. പെട്ടെന്ന് ഒരു മോളിക്യൂളിന്റെ മാസ് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് ആ മോളിക്യൂൾ എന്ന് പറയുന്നത്? ഡിഫറെന്റ് ആറ്റംസ് ഉണ്ടായിരിക്കും. ആ ഓരോ ആറ്റത്തിന്റെയും ആറ്റോമിക് മാസുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ്. ഇപ്പോൾ മോളിക്കുലാർ മാസ് ഈസ് ദ സം ഓഫ് ആറ്റോമിക് മാസസ് ഓഫ് ദി എലമെന്റ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മോളിക്കുലാർ മാസ് ഓഫ് മീഥേൻ നമുക്കറിയാം CH4 ആണ് അല്ലേ മീഥേൻ്റെ ഫോർമുല വരുന്നത്. കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. കാർബണിൻ്റെ വെയിറ്റ് നമുക്ക് U വഴി നമുക്ക് യൂണിഫൈഡ് മാസിൽ നമ്മൾ എഴുതി. 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ 4 × 1.008 U. ഇതൊന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16.043 U എന്ന് കിട്ടും അല്ലേ. ഇനി അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. വാട്ടർ എങ്ങനെ? H2O ആണ് അല്ലേ. 2 × ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് 1 × ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. നമ്മളിവിടെ ഈ ഒരു ഡെഫിനേഷൻ്റെ ഫോർമുലയാണ് നമ്മളൊന്ന് എഴുതി അല്ലേ. അതായത് 2 × ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1.008 U പ്ലസ് 1 ഓക്സിജൻ ആണ്. അപ്പോൾ 1 × ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16 U ആണ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 18.02 U എന്നുള്ള ആൻസർ കിട്ടും. ഇനി എന്താണ് ഗ്രാം മോളിക്കുലാർ മാസ്? ഈ മോളിക്കുലാർ മാസിനെ എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാമിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 16 U എന്ന് പറയുന്നത് 16.043 ഗ്രാം ആവും. ഇനി ഈ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ പിന്നെ നമുക്ക് ഗ്രാം മോളിക്കുലാർ മാസിൽ എങ്ങനെ എഴുതാം? 18.02 ഗ്രാം ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ആറ്റംസ് ഉണ്ടായിരിക്കും. മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ആ ഡിഫറെൻറ്റ് ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസുകൾ തമ്മിൽ ആഡ് ചെയ്താൽ സം എടുത്താൽ നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് ഫോർമുല മാസ് ആണ്. ഫോർമുല മാസ് നമ്മൾ പറയുന്നത് മെയിനായിട്ട് അയോണിക് കോമ്പൗണ്ട്സിലാണ്. നമുക്ക് നോക്കാം എക്സാമ്പിൾ. സം ഓഫ് ആറ്റോമിക് മാസസ് ഓഫ് all atom present in the chemical formula of a substance. നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം, മീനിങ് കൊടുക്കാം. സം ഓഫ് ആറ്റോമിക് മാസ് ഓഫ് ഓൾ ആറ്റം പ്രസന്റ് ഇൻ കെമിക്കൽ ഫോർമുല ഓഫ് എ സബ്സ്റ്റൻസ് എന്നാണ് എടുത്തു പറയുന്നത്. അതായത് കെമിക്കൽ ഫോർമുല ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയാം. നമുക്ക് ഈ ഇതിലുള്ള എക്സാമ്പിൾ ഒന്ന് നോക്കാം. സോഡിയം ക്ലോറൈഡ് ആണ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത്. പാക്കിംഗ് ഓഫ് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ആണ് തന്നിട്ടുള്ളത്. അതായത് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് തന്നിട്ടുള്ളത്. ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ Na+ഉം Cl- അയോൺസ് ആണ് ഉള്ളത് അല്ലേ. Na+ഉം Cl- അയോൺ. അതിന് മറ്റൊരു പിക്ചറാണ് ഈ കാണിച്ചുള്ളത്. 3 ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്
അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ഷേപ്പാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇൻ സോഡിയം ക്ലോറൈഡിൽ 1 sodium Na+ അയോൺ is surrounded by 6 Cl- അയോൺ. അപ്പോൾ അയോണിക് കോമ്പൗണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ Na+ അയോണിന് 1 Na+ അയോൺ സറൗണ്ടഡ് ബൈ 6 Cl- അയോൺ ആയിട്ടാണ് ഇതിൽ സ്ട്രക്ചറിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഫോർമുല മാസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഓരോ ആറ്റത്തിൻ്റെ Na ഉണ്ട്, Cl ഉണ്ട് അല്ലേ. അപ്പോൾ ആറ്റോമിക് മാസ് ഓഫ് സോഡിയം പ്ലസ് ആറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമുല മാസ്. ഇപ്പോൾ നമുക്ക് ആറ്റോമിക് മാസ് ഓഫ് സോഡിയം 23 U ആണ്, ആറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ 35.5 U ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 58.5 U എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു സം ഓഫ് ആറ്റോമിക് മാസ് ഓഫ് ഓൾ ആറ്റം പ്രസന്റ് ഇൻ കെമിക്കൽ ഫോർമുല ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അലുമിനിയം ക്ലോറൈഡ് AlCl3 ആണെന്നാണ് നമ്മൾ അലുമിനിയം ക്ലോറൈഡിൻ്റെ. അപ്പോൾ അതിൻ്റെ ഫോർമുല മാസ് നമുക്ക് AlCl3 എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അത് ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് Al2Cl6 ആണ് വരിക. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ മാസ് ഫോർമുല മാസ് എങ്ങനെയായിരിക്കും? Al2Cl6 കണ്ടുപിടിക്കണം. അതാണ് കെമിക്കൽ ഫോർമുല ഓഫ് സബ്സ്റ്റൻസ് നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അതനുസരിച്ചിട്ടുള്ള ആറ്റോമിക് മാസിൻ്റെ സമ്മിനെയാണ് നമ്മൾ ഫോർമുല മാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? Al2Cl3 എന്ന് പറഞ്ഞാൽ നമ്മുടെ അലുമിനിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചറാണ്. അതിൻ്റെ ഫോർമുല മാസ് AlCl3. നമ്മൾ കെമിക്കൽ ഫോർമുലയിലുള്ള സ്ട്രക്ചർ അതാണ് അല്ലേ, AlCl3. പക്ഷേ അത് ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് മോളിക്യുലായിട്ട് പറയും, Al2Cl6 എന്ന് പറയും. അപ്പോൾ അതിൻ്റെ വാല്യൂവിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. സം ഓഫ് ആറ്റോമിക് മാസ് ഓഫ് ഓൾ ആറ്റം പ്രസന്റ് ഇൻ ദി കെമിക്കൽ ഫോർമുല ഓഫ് എ സബ്സ്റ്റൻസ്, ഇതിനെയാണ് ഫോർമുല മാസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. C6H12O6 ആണ് മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. നമുക്കറിയാം 6 കാർബൺ ആറ്റം 6 × 12 നമ്മൾ എഴുതി, 12 ഹൈഡ്രജൻ ആറ്റം ഇൻറ്റു 1 U എന്ന് കൊടുത്തു, 6 ഓക്സിജൻ ഇൻറ്റു 16 എന്ന് കൊടുത്തു. നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടിയത് 180.162 U എന്ന് നമുക്ക് കിട്ടി അല്ലേ. അതായത് 180 U ആണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ്. അത് ഗ്രാം മോളിക്കുലർ മാസിൽ പറയുകയാണെങ്കിൽ 180 ഗ്രാം ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ മറക്കരുത്, മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് ഇവിടെ ചാപ്റ്ററിൽ അവസാനമൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, ഇനി മോൾ കൺസെപ്റ്റ് ആൻഡ് മോളാർ മാസസ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് മോൾ കൺസെപ്റ്റിനെ പറ്റിയിട്ടും മോളാർ മാസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആറ്റം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മോൾ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു. ഇതെവിടെയാണ് കേട്ടിട്ടുള്ളത്? മോൾ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. SI സിസ്റ്റം പഠിച്ചു അല്ലേ. അവിടെ മോൾ എന്നുള്ള ഒരു യൂണിറ്റ് നമ്മൾ കണ്ടു. അത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് 7th ബേസ് ക്വാണ്ടിറ്റി ഫോർ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അവിടെയാണ് മോൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾക്ക് അറിയാം ആബ്സല്യൂട്ട് ആയിട്ടുള്ള ആക്ച്വൽ മാസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ആറ്റത്തിൻ്റെ കണ്ടുപിടിക്കുക എന്നുള്ളത് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സോൾവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് മൈന്യൂട്ടായിട്ടുള്ള ആറ്റംസ്, അതുപോലെ മോളിക്യൂൾസ്, അയോൺസ്, ഇവയുടെ മാസ് കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസുകളിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് എത്ര ആറ്റോംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനാണ് നമ്മൾ മോൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. മോൾ എന്നുള്ള കോൺസെപ്റ്റിൽ 12 ഗ്രാം ഓഫ് കാർബൺ ആണ് നമ്മൾ ബേസ് ആയിട്ടുള്ളത് അല്ലേ. കാർബൺ 12 ഐസോട്ടോപ്പ് അത് തന്നെയാണ് നമ്മളിവിടെ ബേസ് ആയിട്ടുള്ളത്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മോൾ കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ 12 ഗ്രാം കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട്, എത്ര എമൗണ്ട് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അത്രയും പാർട്ടിക്കിൾ ഉള്ള ഏതിനെയും നമ്മൾ മോൾ എന്ന് പറയും. ഇനി 1 മോൾ കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 ഗ്രാം ആണ്. അതിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മോളിൻ്റെ മീനിങ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 ഐറ്റംസ് ആണ്. സ്കോർ എന്ന് പറഞ്ഞാൽ 20 ഐറ്റംസ്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ 144. നമുക്ക് കറക്റ്റായിട്ട് അത് എണ്ണിയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. പക്ഷേ നമ്മുടെ ആറ്റം, മോളിക്യൂൾസ്, അയോൺസ് ഒക്കെ നമുക്ക് അങ്ങനെ കൗണ്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, മൈന്യൂട്ട് പാർട്ടിക്കിളിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അനദർ മെത്തേഡാണ് മോൾ കൺസെപ്റ്റിൽ കൂടെ നമ്മൾ കാണുന്നത്. അവിടെയും നമ്മൾ കാർബൺ 12നെ തന്നെയാണ് ബേസ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 മോൾ ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് that contain as many particles or entities as
there are atoms in exactly 12 gram of the carbon 12 isotope. ഇതാണ് മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് എ മോൾ അല്ലെങ്കിൽ 1 മോൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ എലമെന്ററി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മെനി പാർട്ടിക്കിൾസ് ലൈക്ക് ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ് ഇൻ 12 gram ഓഫ് കാർബൺ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിലുള്ള ആറ്റംസ് എക്സാക്ട്ലി എന്താണ് 12 gram ഓഫ് ദി കാർബൺ 12 ആറ്റം ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. മാസ് ഓഫ് കാർബൺ 12 ആറ്റം എന്ന് പറയുന്നത് നമ്മൾ കാർബൺ 12 ആറ്റത്തിന്റെ മാസ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. 1.99264 × 10⁻⁻23 gram. നമുക്കറിയാം മോളിൽ നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്യണേ 12 gram കാർബൺ ഐസോട്ടോപ്പ്. അതായത് 1 മോൾ ഓഫ് കാർബൺ വെയ് 12 gram കാർബൺ 12 ഐസോട്ടോപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ 1 മോൾ എന്തായിരിക്കും? 1 മോൾ കാർബണിൽ 12 gram. സോ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ 1 മോൾ എന്ന് പറയുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 1.12 എന്ന് പറയുന്നത് കാർബണിൻ്റെ വെയിറ്റ്. ഇനി അതിൽ ആക്ച്വൽ ആയിട്ടുള്ള മാസ് എന്ന് പറയുന്നത് 1.99264 × 10⁻⁻23 gram per 12 കാർബൺ ആറ്റം. അപ്പോൾ 1 മോൾ ഓഫ് കാർബൺ 12 gram ആണെങ്കിൽ നമ്പർ ഓഫ് ടോട്ടൽ മാസ് അല്ലെങ്കിൽ മാസ് ഓഫ് കാർബൺ 12 ആറ്റം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയുണ്ട് 1 മോൾ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. മനസ്സിലായില്ലേ? അതായത് 1 മോൾ ഓഫ് കാർബൺ ആറ്റത്തിന്റെ വെയിറ്റ് 12 gram. ഇനി ആ 12 ഗ്രാമിൽ മാസ് ഓഫ് 1 കാർബൺ ആറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 12 ഗ്രാമിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ട് അല്ലെങ്കിൽ 1 മോളിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. 12 gram by mole raised to mole carbon 12 divided by കാർബണിൻ്റെ വെയിറ്റ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 6.022 × 0.0221367 × 10⁻23 ആറ്റംസ് പെർ മോൾ എന്നാണ്. അപ്പം ഈ എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഈ വാല്യൂ ഓഫ് നമ്പർ ഓഫ് കാർബൺ ആറ്റം 1 മോൾ ഓഫ് കാർബൺ 12 എന്ന് നമുക്ക് പറയാം. ഇതിനെയാണ് നമ്മൾ പിന്നീട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണിത്. 1 മോൾ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് നമ്പർ ആൻഡ് ഈസ് ഗിവൺ എ സെപ്പറേറ്റ് നെയിം നമ്മൾ അതിനെ കൊടുത്തു. ഇതിനെയാണ് നമ്മൾ അവോഗാഡ്രോ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ, അതിനെ NA എന്നാണ് നമ്മൾ N എന്നും എഴുതും അല്ലെങ്കിൽ NA നമ്പർ ഓഫ് അവോഗാഡ്രോ അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവോഗാഡ്രോ വാല്യൂ വരുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ്, ഇത്രയും വലിയ ഒരു വാല്യൂ ആണ് ഈ അവോഗാഡ്രോ നമ്പർ. ഇതിനെ നമ്മൾ ചുരുക്കി നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ 6.022 × 10⁻23 എന്ന് നമ്മൾ എഴുതും. മനസ്സിലായോ? അപ്പോൾ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ ദി അവോഗാഡ്രോ നമ്പർ 6.022 × 10⁻23 ഈസ് നോൺ ആസ് 1 മോൾ. ഇതിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ 1 മോൾ ഓഫ് കാർബൺ ആറ്റം അതുപോലെ പല എക്സാമ്പിൾസിൽ കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 1 മോൾ ഓഫ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ഗ്രാമിൽ പറയുകയാണെങ്കിൽ 12 gram. അത് അവോഗാഡ്രോ നമ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇത്രയും നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയാം. 1 മോൾ ഹൈഡ്രജൻ 1 gram ആണ് ഗ്രാമിൽ പറയുമ്പോൾ. അവോഗാഡ്രോ നമ്പറിൽ വരുമ്പോൾ ഇതേ നമ്പർ തന്നെ. അതുപോലെ 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്, ഏതൊരു സബ്സ്റ്റൻസ് 1 മോളാണ് എടുത്തതെങ്കിൽ അതിൽ സെയിം എന്താണ്, അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ, ആറ്റോ മോളിക്യൂളോ അയോണുകളോ ഏതാവാം. മനസ്സിലായല്ലോ? ഇനി ഇത് കൂടാതെ നമുക്ക് മറ്റു കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വെച്ച് ധാരാളം പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നമ്മുടെ ഒരു ഇതിൽ തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ കാർബൺ 12, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. മാസ് ഓഫ് സബ്സ്റ്റൻസ് 12 180, അതിൻ്റെ തന്നെ മാസാണ് അല്ലേ. നമ്മൾ 294 എടുത്തു. മാസ് ഓഫ് സിംഗിൾ ആറ്റം, നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു ആറ്റം, കാർബൺ 12 മാസ് മൊത്തമാണ് ഇത് തന്നിട്ടുള്ളത്. സിംഗിൾ ആയിട്ടുള്ള ആറ്റത്തിൻ്റെ മാസ് നമ്മൾ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് എഴുതി. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, 12 gram അതിൻ്റെ തന്നെ ആറ്റോമിക് മാസ് ബൈ അതിലുള്ള ഒറ്റ ആറ്റത്തിൻ്റെ മാസ്, സിംഗിൾ ആറ്റത്തിൻ്റെ മാസ്.
എല്ലാം എന്താണ് കിട്ടുക നമുക്ക് അവോഗാഡ്രോ നമ്പറാണ്. അവോഗാഡ്രോ നമ്പർ വഴി നമുക്ക് എന്താണ് നമുക്ക് പറയാം, അതായത് എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ അവോഗാഡ്രോ നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം അത് 1 mole ആണ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. മനസ്സിലായപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമ്പറാണ് നമ്മുടെ അവോഗാഡ്രോ എന്ന് പറയുന്നത്. ഈ അവോഗാഡ്രോ നമ്പറിനെ നമുക്ക് മറ്റു രീതിയിലും കൂടെ പറയാം. ഇവിടെ നമുക്ക് നോക്കാം, മോൾ കൺസെപ്റ്റ് പഠിച്ചല്ലേ. അപ്പം മാസ് ഓഫ് 1 mole ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ഇറ്റ്സ് മോളാർ മാസ് എന്ന് നമുക്ക് പറയാം അല്ലേ. മോളാർ മാസ് എന്താ, മോൾ കൺസെപ്റ്റും മോളാർ മാസാണ് നമ്മുടെ ഹെഡിങ് ആയിരുന്നേ. അപ്പം മാസ് ഓഫ് 1 mole ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തതിന് മോളാർ മാസ് എന്ന് പറയാം. മോളാർ മാസ് ഇൻ ഗ്രാം ന്യൂമറിക്കലി ഈക്വൽ ടു ആറ്റോമിക് മോളിക്കുലർ അല്ലെങ്കിൽ ഫോർമുല മാസ് ഇൻ യൂണിറ്റ്. അപ്പം മോളാർ മാസ് ഓഫ് വാട്ടർ 18U എന്നൊക്കെ നമ്മൾ എഴുതിയത്, ഇവിടെ ഗ്രാം പെർ മോൾ എന്ന് എഴുതാം. മോളാർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് 58.5 ഗ്രാം പെർ മോൾ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ യൂണിറ്റ് എന്തായി മാറി, ഗ്രാം പെർ മോൾസിലായി മാറി. ഓക്കെ, ഇത് കൂടാതെ മറ്റൊരു കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1 mole എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മാസിന്റെ ടേമിലും വോളിയത്തിന്റെ ടേമിലും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ടേമിലും കൂടെ നമുക്ക് എഴുതാം. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, 1 gram ആറ്റം 1 gram മോളിക്യൂൾ എന്നൊക്കെ അല്ലേ. ടേംസ് ഓഫ് വോളിയത്തിൽ വരുമ്പോൾ എന്ത് വരും, 22.4 ലിറ്റർ ഓഫ് ഗ്യാസ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ പ്രഷർ STP NTP എന്നൊക്കെ പറയും. മോളാർ വോളിയം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ 22.4 ലിറ്റർ ആണ് മോളാർ വോളിയം എന്ന് പറയുന്നത് അറ്റ് STPയിൽ. ഇനി നമ്പർ ഓഫ് ഇൻ ടേംസ് ഓഫ് പാർട്ടിക്കിൾസ് വരുമ്പോൾ 6 × 10⁻23 പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനി ഇത് കൂടാതെ കുറച്ചും കൂടെ ഫോർമുലാസ് നമുക്കിവിടെ പഠിക്കണം. മാസ് ഈക്വൽ ടു മോളാർ മാസ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ്. ഇതിൽ നിന്ന് നമ്പർ ഓഫ് മോൾസിനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം അല്ലേ, മാസ് ബൈ മോളാർ മാസ്. ഇനി അത് കൂടാതെ നമുക്ക് പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബൈ അവോഗാഡ്രോ നമ്പർ. ഇനി നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കാം, മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു അവോഗാഡ്രോ. ഈ മാസ് ബൈ മോളാർ മാസ് ആണ് എന്ത്, നമ്പർ ഓഫ് മോൾസ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ചെയ്താൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ എന്താണ് ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു അവോഗാഡ്രോ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ ഇൻറ്റു അവോഗാഡ്രോ. അപ്പോൾ ഇതിൽ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ 2 ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ പല ഇക്വേഷൻസും ഉണ്ടാക്കാം. ഇത് കൂടാതെ കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാം. നമ്പർ ഓഫ് മോൾസ് മാസ് ബൈ മോളാർ മാസ് പറഞ്ഞു. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഈക്വൽ ടു വോളിയം അറ്റ് STP ബൈ 22.4 ലിറ്റർ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെ കണ്ടുപിടിക്കും, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് മൊളാരിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇക്വേഷൻസ് എല്ലാം കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട, നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇക്വേഷനൊക്കെ എഴുതി വയ്ക്കുക, നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി ഒരു കൺവേർഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. മോൾ എന്ന് പറയുന്ന വാല്യൂലാണ് നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ അതിനെ നമ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ചെയ്യണം, മൾട്ടിപ്ലൈഡ് അല്ലേ, 6 × 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമ്പറിനെ മോളിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോൾ എന്നുള്ള കൺസെപ്റ്റിൽ. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടവർ കുറേ പ്രോബ്ലംസ് ആണ് ഇവിടുന്ന് വരിക. ആ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ മോൾ കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള ധാരാളം പ്രോബ്ലംസ് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ പറ്റിയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.